All of you welcome to my channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് കെമിസ്ട്രി ചാപ്റ്റർ ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്. ഫസ്റ്റ് വൺ, ആസിഡ്സ്. പുളിപ്പ് രുചിയുള്ളവയാണ് ആസിഡുകൾ. ലാറ്റിൻ വേർഡായ അസീറിൽ നിന്നാണ് ആസിഡ് എന്ന പേര് എടുത്തിട്ടുള്ളത്. അസീർ മീൻസ് സോർ. അസീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുളിപ്പ് എന്നാണ്. ആസിഡുകൾ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ലിറ്റ്മസ് ആക്കി മാറ്റുന്നു. അക്വ സൊല്യൂഷനിൽ ആസിഡുകൾ H+ അയോണുകൾ ഉണ്ടാക്കുന്നു. അക്വ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആസിഡുകൾ വെള്ളത്തിൽ ലയിപ്പിച്ച് കിട്ടുന്ന സൊല്യൂഷനാണ് അക്വ സൊല്യൂഷൻ. ഇത്തരത്തിലുള്ള അക്വ സൊല്യൂഷനുകളിൽ ആസിഡുകൾ H+ അയോണുകൾ പുറത്തേക്ക് വിടുന്നു. നെക്സ്റ്റ് വൺ, ബേസസ്. കശർപ്പ് അഥവാ കയ്പ് രുചിയുള്ളവയാണ് ബേസുകൾ. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ലിറ്റ്മസ് ആക്കി മാറ്റുന്നു. അക്വ സൊല്യൂഷനുകളിൽ OH- അയോണുകൾ പുറത്തേക്ക് വിടുന്നു. അക്വ സൊല്യൂഷനുകളിൽ OH- അയോൺസ് പുറത്തേക്ക് വിടുന്നു. നെക്സ്റ്റ് വൺ, ന്യൂട്രൽ സൊല്യൂഷൻസ്. ആസിഡുകളുടെയോ ബേസുകളുടെയോ സ്വഭാവം കാണിക്കാത്തവയാണ് ന്യൂട്രൽ സൊല്യൂഷനുകൾ. അതുകൊണ്ട് തന്നെ ലിറ്റ്മസ് പേപ്പറിൽ യാതൊരു തരത്തിലുള്ള കളർ ചേഞ്ചുകളും ഇവ ഉണ്ടാക്കുന്നില്ല. റെഡ് ലിറ്റ്മസ് പേപ്പർ ഒരു ന്യൂട്രൽ സൊല്യൂഷനിൽ റെഡായി തന്നെ നിലനിൽക്കും. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയി തന്നെ നിലനിൽക്കും. ന്യൂട്രൽ സൊല്യൂഷനുകൾക്ക് ഉദാഹരണം ഡിസ്റ്റിൽഡ് വാട്ടർ, സോൾട്ട് സൊല്യൂഷൻ ആൻഡ് ഷുഗർ സൊല്യൂഷൻ. ഇൻഡിക്കേറ്റേഴ്സ്. ഒരു വസ്തു അസിഡിക് സ്വഭാവമുള്ളതാണോ ബേസിക് സ്വഭാവമുള്ളതാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ് ഇൻഡിക്കേറ്റേഴ്സ്. സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നു. ലബോറട്ടറികളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിനെ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്നും പറയുന്നു. ഫസ്റ്റ്, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്. ലിറ്റ്മസ്. ലിറ്റ്മസ് ലൈക്കൺ എന്നുള്ള ചെടിയിൽ നിന്നുമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ട് നിറങ്ങളിൽ ലിറ്റ്മസ് അവൈലബിൾ ആണ്: ചുവപ്പ്, നീല. ലിറ്റ്മസ് സൊല്യൂഷനായും ലിറ്റ്മസ് പേപ്പർ സ്ട്രിപ്പായും ലഭ്യമാണ്. ആസിഡുകളിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ചെയ്ത് റെഡ് കളർ കാണിക്കുന്നു. ബേസുകളിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ചെയ്ത് ബ്ലൂ കളർ കാണിക്കുന്നു. വൺസ് മോർ, ആസിഡുകളിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ചെയ്ത് റെഡ് കളർ കാണിക്കുന്നു. ബേസുകളിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ചെയ്ത് ബ്ലൂ കളർ കാണിക്കുന്നു. ഈസി ടു അണ്ടർസ്റ്റാൻഡ്. BB, ബേസ്, ബ്ലൂ. മറ്റൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ് ടർമറിക്. മഞ്ഞൾപ്പൊടി ആസിഡുകളിൽ കളർ മാറ്റം ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. നോ കളർ ചേഞ്ച്. മഞ്ഞൾപ്പൊടി ആസിഡിൽ കളർ ചേഞ്ച് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ബേസിൽ ചുവപ്പ് നിറം കാണിക്കുന്നു. മഞ്ഞൾപ്പൊടി ബേസിൽ ചുവപ്പ് നിറം കാണിക്കുന്നു. ആസിഡിൽ കളർ ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. അടുത്തതായി, സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ്. ഫിനോൾഫ്തലിൻ ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. ഫിനോൾഫ്തലിൻ ഒരു കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. ആസിഡിൽ ഫിനോൾഫ്തലിൻ കളർലെസ് ആയി തന്നെ നിലനിൽക്കും. ആസിഡായിൽ ഫിനോൾഫ്തലിൻ കളർലെസ് ആയിട്ട് തന്നെ നിലനിൽക്കും. ബേസിൽ ഫിനോൾഫ്തലിൻ പിങ്ക് കളർ കാണിക്കും. ബേസിൽ ഫിനോൾഫ്തലിൻ
പിങ്ക് കളർ കാണിക്കും. മറ്റൊരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ചുവപ്പ് നിറം കാണിക്കും, ബേസിൽ മഞ്ഞ നിറം കാണിക്കും. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ റെഡ് കളർ കാണിക്കും, ബേസിൽ യെല്ലോ കളർ കാണിക്കും. Another type of indicator is olfactory indicator. നമ്മൾ പഠിച്ച നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും കളർ ചേഞ്ചിന്റെ അടിസ്ഥാനത്തിൽ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തെളിയിക്കുന്നതാണ്. എന്നാൽ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് സ്മെല്ലിന്റെ അടിസ്ഥാനത്തിലാണ് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് തിരിച്ചറിയുന്നത്. കാഴ്ചശക്തി ഇല്ലാത്ത കുട്ടികൾ ലാബുകളിൽ ഉപയോഗിക്കുന്നത് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ക്ലോവ് ഓയിൽ, വാനില എസൻസ്, ഒനിയൻ are the examples of olfactory indicators. കരയാമ്പൂ, ഒനിയൻ, വാനില എസൻസ് ഇതെല്ലാം തന്നെ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സിന് ഉദാഹരണങ്ങളാണ്. അസിഡിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ ഒനിയൻ യൂസ് ചെയ്താൽ ഒനിയന് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ല് നിലനിർത്താൻ സാധിക്കും. എന്നാൽ ബേസിക് സൊല്യൂഷനിലാണ് ഒനിയൻ ആഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഒനിയന്റെ നാച്ചുറൽ സ്മെല്ല് ഡിക്രീസ് ചെയ്യും, കുറയും. ഇത്തരത്തിൽ തന്നിരിക്കുന്ന സൊല്യൂഷൻ അസിഡിക് സ്വഭാവമുള്ളതാണോ ബേസിക് സ്വഭാവമുള്ളതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സ്മെല്ലിന്റെ അടിസ്ഥാനത്തിൽ അസിഡും ബേസും തിരിച്ചറിയുന്നവയാണ് ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 ടെസ്റ്റ് ട്യൂബുകൾ തരുന്നു. ഒരു ടെസ്റ്റ് ട്യൂബിൽ ആസിഡ് സൊല്യൂഷൻ, സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ ബേസിക് സൊല്യൂഷൻ, തേർഡ് ടെസ്റ്റ് ട്യൂബിൽ ന്യൂട്രൽ സൊല്യൂഷൻ. നിങ്ങളുടെ കയ്യിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ മാത്രമേ ഉള്ളൂ. എങ്ങനെ ഈ 3 സൊല്യൂഷനുകളെയും വേർതിരിച്ചറിയാൻ സാധിക്കും? ഫസ്റ്റ്, നിങ്ങളുടെ കയ്യിലുള്ള ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ 3 ടെസ്റ്റ് ട്യൂബിലും ഡിപ്പ് ചെയ്യുന്നു. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഈ റെഡ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ചെയ്ത് ബ്ലൂ കളർ കാണിക്കുന്നു. അത് ബേസ് ആയിരിക്കും. ഒരു ടെസ്റ്റ് ട്യൂബിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ചെയ്ത് ബ്ലൂ കളർ കാണിച്ചാൽ അതിലുള്ള സൊല്യൂഷൻ ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെ കളർ ചേഞ്ച് ചെയ്ത ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ബാക്കിയുള്ള 2 ടെസ്റ്റ് ട്യൂബിലും ഡിപ്പ് ചെയ്യുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ചെയ്ത് റെഡായി മാറും. ബ്ലൂ റെഡായി മാറിയാൽ അതിനർത്ഥം അത് അസിഡിക് എന്നാണ്. ദെൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും കളർ ചേഞ്ച് ഒന്നും കാണിക്കാത്ത സൊല്യൂഷൻ ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ് വൺ. ആസിഡും ബേസും മെറ്റലുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളിവിടെ എടുക്കുന്നത് ഡയലൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡും സിങ്കുമാണ്. നമ്മൾ സെലക്ട് ചെയ്ത മെറ്റൽ സിങ്ക് ആണ്. ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. ഈ ടെസ്റ്റ് ട്യൂബില് സിങ്ക് മെറ്റലും ആസിഡും സൾഫ്യൂരിക് ആസിഡും സിങ്കും കൂടെ ചേർന്ന് കിട്ടുന്നത് ഒരു സോൾട്ട് ആയിരിക്കും. സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും. സിങ്കും H2SO4 കൂടെ ചേർന്ന് നമുക്ക് ലഭിക്കുന്നത് സിങ്ക് സൾഫേറ്റ്, അതായത് ഒരു സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ആയിരിക്കും. അപ്പൊ ഇവിടെ സിങ്കും സൾഫ്യൂരിക് ആസിഡും റിയാക്ട് ചെയ്ത് കിട്ടുന്ന ഗ്യാസ് ഒരു ഡെലിവറി ട്യൂബ് വഴി താഴേക്ക് വിടുന്നുണ്ട്. ഇവിടെ ഒരു സോപ്പ് സൊല്യൂഷൻ ആണ്
ഉള്ളത് ആ സോപ്പ് സൊല്യൂഷനിലേക്ക് പാസ് ചെയ്ത് വിടുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് സോപ്പ് ബബിൾസിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ള സോപ്പ് ബബിളിന്റെ അടുത്തേക്ക് കത്തിച്ച ഒരു കാൻഡിൽ, ഒരു മെഴുകുതിരി കൊണ്ടുവച്ചാൽ പോപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. പോപ്പ് സൗണ്ടോടുകൂടി മെഴുകുതിരി കത്തുന്നുവെങ്കിൽ അതിനർത്ഥം അവിടെ ഹൈഡ്രജൻ ഗ്യാസ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടി ഒരു കത്തിച്ച മെഴുകുതിരി നമ്മൾ ആ സോപ്പ് ബബിൾസിന്റെ അടുത്തേക്ക് വെക്കുമ്പോൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത ബബിൾസ് പോപ്പ് സൗണ്ടോടുകൂടി പൊട്ടുന്നു. അത് കാണിക്കുന്നത് അവിടെ ഹൈഡ്രജൻ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സോ എങ്ങനെ ഹൈഡ്രജൻ ഗ്യാസ് ടെസ്റ്റ് ചെയ്യാം? ഹൈഡ്രജൻ ഗ്യാസ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു മെറ്റലും ആസിഡും കൂടെ ചേർന്ന് ഉണ്ടാകുന്ന ആ ഗ്യാസ് നമ്മൾ ഒരു സോപ്പ് സൊല്യൂഷനിലേക്ക് കടത്തി വിടുമ്പോൾ ആ സോപ്പ് ബബിൾസുകളിൽ ഹൈഡ്രജൻ ഗ്യാസ് നിറയും. ഇങ്ങനെ ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത സോപ്പ് ബബിൾസിന്റെ അടുത്തേക്ക് ഒരു കത്തിച്ച മെഴുകുതിരി കൊണ്ടുവയ്ക്കുമ്പോൾ അത് പോപ്പ് സൗണ്ടോടുകൂടി പൊട്ടുന്നു. ഈ പോപ്പ് സൗണ്ട് കാണിക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസ് അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. Well, if you look here, acid react with metals. ആസിഡുകൾ മെറ്റലുമായി ചേർന്ന് ഒരു സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാക്കുന്നു. This is the general equation. ഇതാണ് ജനറൽ ഇക്വേഷൻ. ആസിഡ് മെറ്റലുമായി ചേർന്ന് സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ, സിങ്ക് ഒരു മെറ്റലാണ്, H2SO4 സൾഫ്യൂരിക് ആസിഡ് ആണ്. ഈ സിങ്ക് എന്ന് പറയുന്ന മെറ്റല് സൾഫ്യൂരിക് ആസിഡും കൂടി ചേർന്ന് സിങ്ക് സൾഫേറ്റ്, അതായത് സോൾട്ട് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടി റിയാക്ട് ചെയ്ത് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാക്കുന്നു. ജനറൽ ഇക്വേഷൻ, ഒരു ആസിഡ് മെറ്റലുമായി ചേർന്നാൽ സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നു. വൺസ് മോർ, ഒരു ആസിഡ് മെറ്റലുമായി ചേർന്നാൽ സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാകുന്നു. നോൺ മെറ്റലുകള് ആസിഡുമായി ചേർന്ന് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കാറുണ്ട്. എന്നാലും എല്ലാ നോൺ മെറ്റലുകൾക്കും ഇത്തരത്തിൽ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുവാനുള്ള കഴിവ് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തൈരോ പുളിപ്പുള്ള വസ്തുക്കളോ നമ്മൾ കോപ്പറോ ബ്രാസോ ആയിട്ടുള്ള പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കാറില്ല. വാട്ട് ഈസ് ദ റീസൺ? നമ്മൾ പഠിച്ചു, പുളിപ്പ് രുചിയുള്ളവയിലെല്ലാം തന്നെ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൈരിലോ പുളിപ്പായിട്ടുള്ള വസ്തുക്കളോ എല്ലാം തന്നെ എന്ത് നിറഞ്ഞതാണ്? ആസിഡ് ഉള്ളവയാണ്. സോ ഇത് കോപ്പർ എന്ന് പറയുന്ന മെറ്റല് അല്ലെങ്കിൽ ബ്രാസ് എന്ന് പറഞ്ഞാൽ കോപ്പറും സിങ്കും കൂടെ ചേർത്തുണ്ടാക്കിയ അലോയി ആണ് ബ്രാസ്. അപ്പോൾ കോപ്പർ അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയുന്ന മെറ്റലുമായിട്ട് ആസിഡുകൾ ചേരുകയും പോയിസണസ് ആയിട്ടുള്ള, വിഷകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തൈരോ പുളിപ്പുള്ള വസ്തുക്കളോ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കാത്തത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റൽ കാർബണേറ്റ്സ് ആൻഡ് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്സ് റിയാക്ട് വിത്ത് ആസിഡ്. മെറ്റൽ കാർബണേറ്റുകളും മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റുകളും ആസിഡുമായി ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? This is the general equation. Metal carbonate or metal hydrogen carbonate react with acid to form salt,
കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഒരു മെറ്റൽ കാർബണേറ്റോ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റോ ആസിഡുമായി ചേർന്നാൽ ഒരു സോൾട്ട് ഉണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, വാട്ടർ ഉണ്ടാകും. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഈ ജനറൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായി നിങ്ങൾക്ക് ആ ഇക്വേഷനുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ മെറ്റൽ കാർബണേറ്റ് അഥവാ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആസിഡുമായി ചേർന്ന് സോൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഇവയുണ്ടാക്കുന്നു. ഫസ്റ്റ് വൺ, സോഡിയം കാർബണേറ്റ്. ഇതൊരു മെറ്റൽ കാർബണേറ്റ് ആണ്. ഈ മെറ്റൽ കാർബണേറ്റ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഈ മെറ്റൽ കാർബണേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേരുമ്പോൾ നമുക്കൊരു സോൾട്ട് ഉണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും, വാട്ടർ ഉണ്ടാകും. NaCl ചേർന്ന് NaCl, നമ്മുടെ ടേബിൾ സോൾട്ട്. ദെൻ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ഇക്വേഷൻ സോഡിയം ബൈകാർബണേറ്റ് ഓർ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇതൊരു മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. ഇവിടെ H ഇല്ലായിരുന്നു, അതുകൊണ്ട് മെറ്റൽ കാർബണേറ്റ്. ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, അപ്പോൾ ഇത് മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ്. ഈ മെറ്റൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആസിഡുമായി, ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേരുമ്പോൾ ഒരു സോൾട്ട് ഉണ്ടാകും, വാട്ടർ ഉണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. NaCl എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടായി, വാട്ടർ ഉണ്ടായി, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഇത്തരത്തിൽ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ലൈം വാട്ടറിലൂടെ കടത്തിവിട്ടാൽ, ലൈം വാട്ടർ എന്ന് പറയുന്നത് ചുണ്ണാമ്പ് വെള്ളമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക്, ലൈം വാട്ടറിലേക്ക് കടത്തിവിടുമ്പോൾ ഒരു വൈറ്റ് കളർ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് ലഭിക്കുന്നു. ലൈം വാട്ടർ എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, CaOH2. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടി റിയാക്ട് ചെയ്ത് ഇവിടത്തെ കാൽഷ്യവും ഈ CO2വും ഇവിടെ 2 O ഉള്ളതിൽ ഒരു ഓയും ചേർന്ന് CaCO3, കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ. വൺസ് മോർ, ലൈം വാട്ടർ എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ലൈം വാട്ടറിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുക എന്ന് പറയുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടി റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്ത് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് വാട്ടർ ഈസ് ദ പ്രോഡക്റ്റ്. ഇനി ഈ കാൽഷ്യം കാർബണേറ്റിലേക്കും വാട്ടറിലേക്കും കുറച്ചുകൂടി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ, കാൽഷ്യം കാർബണേറ്റിലേക്കും വാട്ടറിലേക്കും കുറച്ചുകൂടി കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ ഇതെല്ലാം കൂടി റിയാക്ട് ചെയ്ത് കാൽഷ്യം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നു. കാൽഷ്യം കാർബണേറ്റും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടി റിയാക്ട് ചെയ്ത് കാൽഷ്യം ബൈകാർബണേറ്റ് ഉണ്ടാകുന്നു. ഇത് വെള്ളത്തിൽ ലയിക്കുന്നതാണ്, ദാറ്റ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ. നെക്സ്റ്റ് വൺ, ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വഴി സോൾട്ടും വാട്ടറും ഉണ്ടാകും. ഒരു ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്യുകയാണ് എങ്കിൽ അവിടെ സോൾട്ടും വാട്ടറും ഉണ്ടാകും. അസിഡിക് സൊല്യൂഷൻ ബേസിക് സൊല്യൂഷനുമായി മിക്സ് ചെയ്യുമ്പോൾ രണ്ട് സൊല്യൂഷനുകളുടെയും സ്വഭാവങ്ങൾ ഇല്ലാതെയാകും, ന്യൂട്രലൈസ് ചെയ്യും. ആസിഡിന്റെ സ്വഭാവം ബേസ് ഇല്ലാണ്ടാക്കും, ബേസിന്റെ സ്വഭാവം ആസിഡും ഇല്ലാണ്ടാക്കും. സോ ആസിഡും ബേസും കൂടെ ചേർന്ന് കിട്ടുന്നതിന് അസിഡിക് സ്വഭാവമോ ബേസിക് സ്വഭാവമോ കാണിക്കില്ല.
സോ ആസിഡും ബേസും റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും ഉണ്ടാക്കുന്നു. ഇതാണ് ജനറൽ ഇക്വേഷൻ. ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് ടുഗദർ ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. അതുപോലെ കുറച്ച് ചൂടും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ്, ദിസ് ഈസ് ആൻ ആസിഡ്, ദിസ് ഈസ് ആൻ ബേസ്, ചേർന്ന് സോഡിയം ക്ലോറൈഡ് സോൾട്ട് പ്ലസ് വാട്ടർ. സോ ആസിഡും ബേസും കമ്പൈൻ ചെയ്ത് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നതിനെയാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻഡൈജഷൻ. നമ്മുടെ സ്റ്റൊമക്കില് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമുക്ക് ആഹാരം ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്, ദഹിക്കാനായിട്ട് സഹായിക്കുന്നത്. പക്ഷേ വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവ് കൂടിപ്പോയാൽ ദഹനക്കേടിന് കാരണമാവും, ഇൻഡൈജഷന് കാരണമാവും. അത് സ്റ്റൊമക് പെയിൻ ഒക്കെ ഉണ്ടാക്കും, വയറുവേദന ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു ആന്റാസിഡ് ടാബ്ലറ്റോ മെഡിസിനോ ഒക്കെയാണ് പ്രിഫർ ചെയ്യാറ്. ആന്റാസിഡ് എന്ന് പറയുന്നത് ഒരു മിൽക്ക് ഓഫ് മെഗ്നീഷ്യയോ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഈ ആന്റാസിഡുകൾ ബേസുകളാണ്. അപ്പൊ ആസിഡിന്റെ അളവ് കൂടിയാൽ അതിന് സൊല്യൂഷനായിട്ട് നമ്മൾ ബേസ് തിരഞ്ഞെടുക്കും. ബേസ് ആസിഡിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. അടുത്തത് മെറ്റാലിക് ഓക്സൈഡ് ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ എന്താണ്? മെറ്റാലിക് ഓക്സൈഡും ആസിഡുമായിട്ട് പ്രവർത്തിച്ചാൽ സോൾട്ടും വാട്ടറും തന്നെ ഉണ്ടാകും. ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താലും സോൾട്ടും വാട്ടറും തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ മെറ്റാലിക് ഓക്സൈഡും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ സോൾട്ടും വാട്ടറും ഉണ്ടാകും. വൺ എക്സാമ്പിൾ, കോപ്പർ ഓക്സൈഡ് ഒരു മെറ്റാലിക് ഓക്സൈഡ് ആണ്. ദാറ്റ് റിയാക്ട് വിത്ത് HCl ആസിഡ്, then copper chloride and water is the product. Copper chloride is the salt and water is the product. So the general equation is metal oxide react with acid to form salt and water. And also ഈ മെറ്റാലിക് ഓക്സൈഡുകളെല്ലാം തന്നെ ബേസിക് ഓക്സൈഡുകളായിരിക്കും, ബേസിക് സ്വഭാവം ഉള്ളതായിരിക്കും. അപ്പൊ മെറ്റലിന്റെ കൂടെ ഓക്സിജൻ വരുന്നതാണ് മെറ്റാലിക് ഓക്സൈഡ്. നെക്സ്റ്റ് വൺ, റിയാക്ഷൻ ഓഫ് നോൺ മെറ്റാലിക് ഓക്സൈഡ് വിത്ത് ബേസ്. ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡ് ബേസുമായി ചേരുമ്പോൾ, നോൺ മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ മെറ്റൽ അല്ലാത്തതാണ്. ഉദാഹരണം കാർബൺ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്. അപ്പോൾ കാർബണും ഓക്സിജനും കൂടെ ചേർന്നുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡാണ്. അപ്പോൾ നോൺ മെറ്റാലിക് ഓക്സൈഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും സോൾട്ടും വാട്ടറും കിട്ടും. നമ്മൾ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ കിട്ടിയ അതേ പ്രോഡക്റ്റ് തന്നെയാണ് നോൺ മെറ്റാലിക് ഓക്സൈഡ് ബേസുമായിട്ട് ചേരുമ്പോഴും കിട്ടുന്നത്. ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് ബേസ്, സോൾട്ട് ആൻഡ് വാട്ടർ ആർ പ്രൊഡ്യൂസ്ഡ്. സോൾട്ടും വാട്ടറും തന്നെ ഉണ്ടാകും. ഈ നോൺ മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്നത് അസിഡിക് സ്വഭാവമുള്ളതായിരിക്കും. മെറ്റാലിക് ഓക്സൈഡ് ബേസിക് സ്വഭാവവും നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ അസിഡിക് സ്വഭാവം ഉള്ളവയുമായിരിക്കും. നോൺ മെറ്റാലിക് ഓക്സൈഡ് ബേസുമായിട്ട് ചേരും, രണ്ടിൻ്റെയും സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂട്രലൈസ് ചെയ്യും. അങ്ങനെ അവിടെ സോൾട്ടും വാട്ടറും ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ NaOH, that is a base. Sodium hydroxide is a base. And here carbon dioxide എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ്. കാർബൺ എന്ന് പറയുന്നത് നോൺ മെറ്റൽ ആണ്. ആ നോൺ മെറ്റലും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നോൺ മെറ്റാലിക് ഓക്സൈഡ്. ഈ നോൺ മെറ്റാലിക് ഓക്സൈഡും ബേസായ NaOHും കൂടെ ചേർന്നിട്ട് സോൾട്ട്, സോഡിയം കാർബണേറ്റ് സോൾട്ട് ആണ്, ആൻഡ് വാട്ടർ. സോ ജനറൽ ഇക്വേഷൻ
Base plus non-metallic oxide gives salt and water. Okay, non-metal oxide react with base to form salt and water. These non-metallic oxides are acidic in nature. Acidic സ്വഭാവമുള്ളതാണ് non-metallic oxideകൾ. Okay. Today I wind up my class. We will meet you on next class. Bye.